വാലന്റൈൻസ് ഡേ പ്രമാണിച്ചിട്ട് പ്രണയം തീം വരുന്ന കുറച്ച് ബുക്സ് സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു 6 പുസ്തകം നമുക്ക് നോക്കാം. പ്രേമലേഖനം ബഷീറിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൃതിയാണ്. ജീവിതം യൗവന തീഷ്ണവും പ്രേമസുരഭിലവുമായിരിക്കുമ്പോൾ ജീവിതത്തിന് മധുരം പകരാൻ മറ്റൊന്നും ആവശ്യമില്ലല്ലോ, ബഷീറിന്റെ പുസ്തകങ്ങൾ മാത്രം മതി. അപ്പോൾ ക്ലാസിക്സ് വിന്റേജ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുക്കാം. ഇനി ഒരിക്കലും ഒരു ഋതു പിറക്കില്ല ഇതുപോലെ, നാം പരസ്പരം തൊട്ട മാത്രയിൽ പൂത്തുലഞ്ഞ പ്രപഞ്ചം എന്ന പോൽ. ബിനീഷ് പുതുപ്പണത്തിന്റെ പ്രേമനഗരം ഇന്നത്തെ കാലഘട്ടത്തെയൊക്കെ ഉപമിക്കുന്ന നല്ലൊരു കഥാതന്തുള്ള ഒരു പ്രണയ പുസ്തകമാണ് പ്രേമനഗരം. വാലന്റൈൻസ് ഡേയിൽ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു സജഷൻ ആയിരിക്കും. മാധവിക്കുട്ടിയുടെ ക്ലാസിക്സിനെ കുറിച്ച് നമ്മൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ചന്ദനമരങ്ങൾ ഒരുപാട് തന്നെ സ്വർഗ പ്രണയത്തെക്കുറിച്ചും സ്വർഗരതിയെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു പുസ്തകമാണ് ചന്ദനമരങ്ങൾ. അപ്പോൾ മാധവിക്കുട്ടിയെ ഇഷ്ടമുള്ളവർക്കും മാധവിക്കുട്ടിയുടെ ക്ലാസിക്സ് ഇഷ്ടമുള്ള ആൾക്കാർക്കും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുസ്തകമാണ്. ചിലർക്ക് നഷ്ടപ്രണയമാണ് വാലന്റൈൻസ് ഡേ. എൻ മോഹനന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ഒരിക്കൽ. എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്ക് എന്നും നല്ലത് വരട്ടെ. നഷ്ടപ്രണയം തുറന്നു കാട്ടുന്ന ഒരു പുസ്തകം. റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. ഇവിടെ ആരെ പ്രണയിക്കുന്നു എന്നുള്ളത് നമ്മൾ പുസ്തകം വായിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേയിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സജഷനാണ് റാം കെയർ ഓഫ് ആനന്ദി. മാർക്കിസിന്റെ കോളറ കാലത്തെ പ്രണയം വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. കാതങ്ങൾ അകലെ നിന്നുകൊണ്ട് തങ്ങളുടെ പ്രണയത്തെ കെടാതെ സൂക്ഷിച്ച രണ്ടുപേരുടെ കഥ പറയുന്ന പുസ്തകം. ഇതൊക്കെയാണ് വാലന്റൈൻസ് ഡേയിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സജഷൻസ് കേട്ടോ.